വാട്ട് എ ചേസിംഗ്. ചെളിപുരണ്ട നീലക്കുപ്പായം 145 കോടി ജനതയ്ക്ക് അഭിമാനസ്തംഭമായ നിമിഷങ്ങൾ. എന്തൊരു മനോഹാരിതയായിരുന്നു ഇന്നലത്തെ രാത്രിക്ക്. സാധ്യതകൾ മാറി മറിഞ്ഞ ത്രില്ലിംഗ് മാച്ചിൽ ഒരറ്റത്ത് നിലയുറപ്പിച്ച് ഇന്ത്യക്ക് മഹാവിജയം നേടിക്കൊടുത്ത പുപ്പുലി ജമീമ റോഡ്രിഗസ്, ദ റിയൽ ജെം. രണ്ടാം ഓവറിൽ ക്രീസിലെത്തി 49ാം ഓവർ വരെ വിയർപ്പൊഴുക്കിയാണ് ജമീമ റോഡ്രിഗസ് സെഞ്ചുറി തിളക്കത്തോടെ ഇന്ത്യയെ ലോകകപ്പ് ഫൈനലിൽ എത്തിച്ചത്. ഇന്നലെ രാത്രി ചരിത്രം വഴിമാറുകയായിരുന്നു ജമീമയ്ക്ക് മുന്നിൽ. ഓസ്ട്രേലിയ ഉയർത്തിയ 338 എന്ന കൂറ്റൻ സ്കോറിന് മറുപടി നൽകുന്നതിനിടെ തുടക്കത്തിൽ തന്നെ തകർച്ച നേരിട്ടിരുന്നു ഇന്ത്യ. ആദ്യ ഓപ്പണർ ഷഫാലി വർമ്മയും അധികം വൈകാതെ സ്മൃതി മന്ദാനയും പവലിയനിൽ എത്തുമ്പോൾ സ്കോർ വെറും 59 റൺസ്. അപ്പോഴേക്കും 10ാം ഓവർ എത്തിയിരുന്നു. പിന്നീട് അങ്ങോട്ട് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിനെയും കൂട്ടി ജമീമ സ്കോർ പടുത്തുയർത്തി. 3ാം വിക്കറ്റിൽ 167 റൺസാണ് ഇരുവരും പടുത്തുയർത്തിയത്. തകർച്ച കണ്ട് ടിവിയും മൊബൈലും ഓഫാക്കി പോയവർ വീണ്ടും ലൈവിലേക്ക് തിരിച്ചു വന്ന ത്രില്ലിംഗ് നിമിഷങ്ങൾ. 89 റൺസ് എടുത്താണ് ഹർമൻപ്രീത് പുറത്തായത്. പിന്നീട് ദീപ്തി ശർമ്മ, റിച്ച ഘോഷ്, അമൻജോത് കൗർ എന്നിവരെ കൂട്ടി 48ാം ഓവറിൽ ഇന്ത്യയെ വിജയതീരത്തെത്തിച്ചു ജമീമ, ദ റിയൽ വാരിയർ. പുറത്താകാതെ 127 റൺസാണ് ഈ 25-കാരി നേടിയത്. ഇന്ത്യക്ക് 5 വിക്കറ്റ് ജയം. വീണ്ടും ഒരു ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യൻ വനിതകൾ എത്തുകയും ചെയ്തു. ഫൈനലിലെ കടമ്പ സൗത്ത് ആഫ്രിക്കയാണ്. 2021 ലോകകപ്പ് ടീമിൽ ജമീമയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. പലപ്പോഴും അവഗണിക്കപ്പെടുകയും ചെയ്തു എന്ന് മാത്രമല്ല, തീവ്ര ഹിന്ദുത്വവാദികളുടെ കടുത്ത സൈബർ വെർബൽ ആക്രമണം നേരിട്ടിരുന്നു ജമീമയും കുടുംബവും. ജിമ്മിന് അവസരം പോലും നിഷേധിക്കപ്പെട്ടു. മുംബൈയിലെ പഴയ ക്ലബ്ബുകളിലൊന്നായ ഖർജിംഖാന അവരുടെ മെമ്പർഷിപ്പ് റദ്ദാക്കിയിരുന്നു. ക്ലബ്ബ് വളപ്പിൽ ജമീമയുടെ പിതാവ് ഇവാൻ മതപരമായ പ്രവർത്തനം നടത്തിയെന്നും ഇത് മതപരിവർത്തനമാണെന്നും ആരോപിച്ചായിരുന്നു ഇത്. ഈ സംഭവത്തിന് അധികം പഴക്കമൊന്നുമില്ല. 1 വർഷം മുമ്പ് ഒക്ടോബറിലായിരുന്നു ഏതാണ്ട് ഇതേ സമയത്ത്. ഈ ലോകകപ്പിൽ തന്നെ അഡീഷണൽ ഓപ്ഷൻ മാത്രമായിരുന്നു അവർ. 2 പരാജയങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിലാണ് ബോളിംഗ് പകരക്കാരി എന്ന നിലയിലേക്ക് സ്ക്വാഡിലേക്ക് അവർ വന്നത്. എന്നാൽ ചൊവ്വാഴ്ച 3ാം നമ്പറിൽ ക്യാപ്റ്റനും കോച്ചും ജമീമയെ പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ വിജയത്തിന്റെ അഭിമാനം ചെളിപുരണ്ട ജേഴ്സിയുമായി മൈതാനത്ത് വിജയാഘോഷം നടത്തുമ്പോൾ അവരുടെ മുഖത്തുണ്ടായിരുന്നു. 15ാം വയസ്സുവരെ ഹോക്കിയെ പ്രണയിച്ച് അവരുടെ വഴി പക്ഷേ ക്രിക്കറ്റായിരുന്നു. ജമീമയുടേത് മാത്രമല്ല, ഇന്ത്യൻ വനിതാ ടീമിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണിത്. ലോകകപ്പ് ഉദ്ഘാടന ചടങ്ങിൽ ശ്രേയാ ഘോഷാൽ ആലപിച്ച ദേശീയ ഗാന വീഡിയോയുടെ ചുവട്ടിൽ പ്രത്യക്ഷപ്പെട്ട കമന്റുകളിലൊന്ന് ഈ ലോകകപ്പിൽ ഒരു ഇന്ത്യൻ വനിതയിൽ നിന്ന് ഉണ്ടാകാനിടയുള്ള ഒരേയൊരു മികച്ച പെർഫോമൻസ് ആണ് ഇതെന്നായിരുന്നു. സ്ത്രീ ശക്തിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പുരുഷാധിപത്യ പ്രവണത ഇവിടെയും നുരഞ്ഞുപൊന്തി. ചോക്കേഴ്സ് എന്ന് എത്ര തവണ എലീറ്റഡ് ഇന്ത്യൻ ഫാൻസ് അവരെ വിളിച്ചു. ശരിയാണ്, ലോകകപ്പിൽ പല മത്സരങ്ങളിലും അവർ തോറ്റിട്ടുണ്ട്. പക്ഷേ നിർണായക മത്സരങ്ങളിൽ ജയിച്ച് സെമി ഫൈനലും കടന്ന് ശക്തരായ ഓസ്ട്രേലിയയെ തകർത്ത് ഫൈനലിലുമെത്തി. കാത്തിരിക്കാം, ആഫ്രിക്കൻ കരുത്തിനെയും പരാജയപ്പെടുത്തി ഇന്ത്യൻ വനിതകൾ ലോകകപ്പ് ഉയർത്തി 145 കോടിയോളം വരുന്ന ഇന്ത്യക്കാർക്ക് അഭിമാനമാകാൻ.